യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വലിയൊരു പ്രചരണമുണ്ട്. ഒന്ന്, ഭരണകക്ഷത്തിരിക്കുന്നവര് ജീവനക്കാരുടെ ആണെങ്കിലും കേരളത്തിലെ സാധാരണക്കാരുടെ ആണെങ്കിലും ആനുകൂല്യങ്ങൾ ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും, അതിന് പ്ലാനും പദ്ധതിയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാലിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനകൾ, പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ മറ്റൊക്കെ തന്നെ അവർ ഭരിച്ചിരുന്നപ്പോഴൊക്കെ തന്നെ അധികാരത്തിൽ കയറുന്നത് വരെയും പെൻഷൻകാരെയും ജീവനക്കാരെയും അവരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും നേരിട്ട് എതിർത്ത് പറയുന്ന ഒരു കാലഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് 10 വർഷം പുറത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കാരണം ജീവനക്കാരും പെൻഷൻകാരുമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് UDFന്റെ ഓരോ നേതാക്കന്മാരും പറയുന്നത് ഏതൊക്കെ കണക്കിലാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. ജീവനക്കാരുടെ 15% ആനുകൂല്യം വെട്ടിക്കുറയ്ക്കും. അതേപോലെ തന്നെ ഞങ്ങൾ ആവേശം കയറിയാൽ ഒരു ചാനൽ ചർച്ചയിൽ പ്രത്യേക എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ പണം അങ്ങനെ ഒഴുക്കും. ആ പണം അങ്ങനെ ഒഴുക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഈ പണത്തിൻ്റെ ആ നാഡി ഞരമ്പുകളിൽ ഒഴുക്ക് വരുന്നത്. അങ്ങനെ സമൂഹത്തിലേക്ക് ഓരോ ഇനത്തിൽ പൈസ കൊടുക്കുമ്പോൾ അവിടെ ചായക്കടയിൽ കച്ചവടം ഉണ്ടാവും, പലചരക്ക് കടയിൽ കച്ചവടം ഉണ്ടാവും. അങ്ങനെ പലയിടത്തും കച്ചവടം ഉണ്ടാകുമ്പോൾ ഈ പണത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ കൂടും. അത് ഞങ്ങൾ പണം കൊടുക്കും, പക്ഷേ ജീവനക്കാർക്ക് കൊടുക്കില്ല. ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ പിന്നെ അവിടെ ആ പൈസ പലചരക്ക് കടയിലേക്ക് പോകണില്ലല്ലോ, ചായക്കടയിലേക്ക് പോകണില്ലല്ലോ, ആശുപത്രിയിലേക്ക് പോകണില്ലല്ലോ. അങ്ങനെ പരസ്യമായിട്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാരെയും അധ്യാപകരെയും ഇവിടെ ഒരു സാധാരണ ഒരു പെയിന്റിംഗ് തൊഴിലാളിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോകുന്ന തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു മിനിമം വേതനമൊക്കെ കിട്ടുന്നുണ്ടോ നമ്മുടെ സർവീസിലുള്ളവർക്ക്? എത്ര തുച്ഛമായിട്ടാണ് അതിന് 30 കൊണ്ടൊന്ന് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ തന്നെ ഒന്ന് നോക്ക്. ഇപ്പോൾ 100-400 രൂപ ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഈ മിനിമം പെൻഷൻ മേടിക്കുന്നവരെ നമ്മുടെ വീടുകളിൽ പോകുന്നു കാണാനാണല്ലോ. അവരെ ആശ്രയിച്ച് 4-5 കൂടെ ആളുകളാണ് ആ വീടുകളിലുള്ളത്. പാവങ്ങളാണ്. അവരെയൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ. നമ്മളിൽ കൂടുതൽ പെൻഷൻ മേടിക്കുന്നവർ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമുണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ കുറഞ്ഞ പെൻഷൻ വാങ്ങിക്കുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ ഭാരം ചുമലിൽ വയ്ക്കുന്നവർ. അപ്പം അങ്ങനെ പരസ്യമായിട്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും ആക്ഷേപിക്കുന്ന, പണം കിട്ടിയാൽ അത് ജീവനക്കാരെന്ന് പറഞ്ഞ് പെൻഷൻകാരെന്ന് പ്രത്യേകം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മാസ ശമ്പളം കിട്ടിയാൽ, മാസ പെൻഷൻ കിട്ടിയാൽ, അതല്ലെങ്കിൽ 10% DA കുടിശ്ശിക കിട്ടിയാൽ, അതല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം ഒന്ന് നടപ്പാക്കി കിട്ടിയാൽ അത് ബാങ്കിൽ കൊണ്ടുവന്നിടുന്നവരാണ് എന്നുള്ളത്. പക്ഷെ ജീവനക്കാരെ സംബന്ധിച്ച് ഈ കോവിഡിന് ശേഷം അവരക്ഷമരായി കാത്തിരുന്നു. നമ്മളും കാത്തിരുന്നു. നമ്മൾ കാത്തിരിക്കുക മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ ഒരു സമൂഹത്തിന് ചേരാത്ത ചില പ്രതികരണങ്ങളുണ്ട്. ഇപ്പയുണ്ടല്ലോ, ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ളവന്മാർ ചെയ്യണതാണോ? ഇപ്പൊ ഇവിടെ ഒരു യോഗം നടക്കുമ്പോൾ എന്തെങ്കിലും കൂലിക്ക് മേടിച്ചിട്ടാണെങ്കിലും ദിവസക്കൂലിയാണെങ്കിലും ഇതിനിടയിൽ വന്ന് ഒരു പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുന്നവര് എന്ന് പറഞ്ഞതുപോലെ, ആ പറഞ്ഞതുപോലെയുള്ള ആളുകൾ ഈ പറഞ്ഞ എല്ലാ ഇതിലുമുണ്ട്. അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് ഇതുപോലുള്ള ഒറ്റപ്പെടുത്തുകയിൽ വരുമ്പോൾ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷാമബത്ത കുടിശ്ശിക പെൻഡിങ്ങിലാവുമ്പോൾ ശമ്പള പരിഷ്കരണം അനുവദിക്കേണ്ട സമയമാകുമ്പോൾ എന്തിനേറെ ഇനി വരാൻ പോകുന്ന പെൻഷൻ പറ്റാൻ പോകുന്നവർക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് വേണ്ടിയിട്ട് അവിടെയൊക്കെ തന്നെ നമ്മൾ സമരം ചെയ്യുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈസ്റ്റ് ബ്ലോക്ക് ആണെങ്കിലും വെസ്റ്റ് ബ്ലോക്ക് ആണെങ്കിലും ഈ ശാരീരിക അസ്വസ്ഥ്യമുള്ളവർ പോലും ഈ പറഞ്ഞ നമ്മളെ സമരങ്ങളിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ നമ്മൾ ഈ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും ഈ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ക്ഷാമാശ്വാസവും നമ്മുടെ പെൻഷൻ പരിഷ്കരണവും നമ്മുടെ കുടിശ്ശിക തരുമെന്ന് പറഞ്ഞ കുടിശ്ശികയും എല്ലാം തന്നെ ഒന്നാമത്തെ പരിഗണനയിലേക്ക് വരാൻ സാമൂഹ്യ പെൻഷൻ 2000 ആക്കി അത് കുടിശ്ശിക തീർത്തു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന
ഒരു പ്രയോറിറ്റിയിലേക്ക് സർക്കാരിൻ്റെ മുന്നിൽ എത്തിക്കുന്നവർക്ക് അത് മാത്രമല്ല, ഇവർ പെൻഷൻ എന്ന് പറയുന്നത് 20-30 വർഷക്കാലം ഈ സർക്കാരിന് വേണ്ടിയിട്ട് അത് ഈ സമയത്ത് മാത്രമല്ല, ദൂരെ ജോലി ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതുവരെ കിട്ടിയിരുന്ന ഒരു പെൻഷൻ ആനുകൂല്യങ്ങൾ അത് ഈ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു സാമൂഹ്യ അവബോധമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് സാമൂഹ്യ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്ഷാമാശ്വാസവും കൊടുത്തു തീർക്കണമെന്ന് പറഞ്ഞത്. അതിലിപ്പോൾ ആർക്കാണ് സംശയം? ഞാൻ പറഞ്ഞില്ല, 3 ഗഡു ക്ഷാമബത്ത മറ്റൊരു സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാത്തപ്പോൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വന്ന് ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു 8 ഗഡുക്കളായിട്ട്. ഇതിനു മുമ്പ് ഓരോ ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോഴും അത് മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ലായിരുന്നു. അതിനെ സംബന്ധിച്ച് പിന്നീട് ഉത്തരവിറക്കി എന്ന് പറഞ്ഞു. ഏത് കാര്യം ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം 100% നടപ്പാക്കിയ ഒരു അനുഭവമാണ് 10 വർഷമായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. പോയി ഫണ്ട് മാനേജരുമായിട്ട് ഒപ്പിട്ടു. അതുകൊണ്ടാണ് ഇപ്പം അതിൽ നിന്ന് പിന്മാറിയാൽ അടച്ച പൈസ കിട്ടൂലാത്തത്. അപ്പം അന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ സംബന്ധിച്ച് ആ സർക്കാർ വന്നു. ആ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഭൂരിപക്ഷമുള്ള സർക്കാരായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സർക്കാരിനെ നിലം തൊടിയിച്ചില്ല ജീവനക്കാരും പെൻഷൻകാരും. കാരണം അവരുടെ പെൻഷൻ നിഷേധിച്ചു, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിഷേധിച്ചു. സാമൂഹ്യ പെൻഷൻ 600 രൂപയുണ്ടായിരുന്നത് 16 മാസമായിട്ട് കൊടുത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ അടുത്ത സർക്കാർ വന്നു. വീണ്ടും 21 പുതിയ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ ഇവിടെ നാരായൺ സാറ് പറഞ്ഞതുപോലെ 19 ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഇതുപോലെ 3% DA ഇതുപോലെ അത് ഒരു പുതുക്കിയ ശമ്പളം വാങ്ങി ബാക്കി കുടിശ്ശിക അനുവദിക്കുന്നതിന് ഉത്തരവുമാക്കിയിട്ടാണ് ആ സർക്കാർ പോയത്. അങ്ങനെ ആക്കിയ ഉത്തരവ് ചേമ്പലയിൽ എഴുതിയ മാതിരി അല്ല എന്നുള്ളതാണ്. അത് അവർ വന്നാൽ നടപ്പാക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ച ജീവനക്കാരും അധ്യാപകരും അവരുടെ മനസ്സിൽ പ്രതികരിച്ചു. വീണ്ടും ആ സർക്കാർ വന്നു. വീണ്ടും വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരിനേക്കാളും ഇരട്ടിയായിട്ടുള്ള പ്രതിബന്ധങ്ങളായിരുന്നു. അവരോരോന്നോരോന്ന് തരണം ചെയ്ത് ഇപ്പോൾ അതിന് കുടിശ്ശികൾ തീർത്ത് ഇപ്പോൾ അടുത്ത ശമ്പള പരിഷ്കരണത്തിന് 3 മാസ കാലാവധിക്ക് കമ്മിറ്റിയെ വെച്ചു. ആര് വന്നാലാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്? നമുക്ക് ആര് വന്നാലാണ് നമ്മുടെ ഈ DA കുടിശ്ശിക നമുക്ക് അനുവദിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വെളിച്ചമല്ലേ, പകൽ പോലെ തെളിഞ്ഞതല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പെൻഷൻകാരെ എന്ന് പറയുന്നത് എത്രയോ വർഷത്തെ ശമ്പള പരിഷ്കരണത്തിന്റെ ക്ഷാമബത്ത കുടിശ്ശികയുടെ അനുഭവങ്ങളുണ്ട്. മാറി വന്ന UDF LDF സർക്കാരുകളുടെ സമീപനത്തിന്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് 21 അതുകൊണ്ട് ആ ശമ്പള പരിഷ്കരണം നടപ്പായി. അതുകൊണ്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടി. ഇനിയും നമുക്ക് ക്ഷാമബത്ത കുടിശ്ശിക കിട്ടാനുണ്ട്, ശമ്പള പരിഷ്കരണം നേടിയെടുക്കാനുണ്ട്. അക്ഷയയുടെ പെൻഷൻ ഉമ്മൻചാണ്ടി സാറ് വളരെ ജനാധിപത്യവാദി ആയതുകൊണ്ട് അതിന് ആർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കേരളത്തിൽ കൊടുക്കാമെന്ന് കരുതണ്ട. അതുകൊണ്ട് അക്ഷയയുടെ പെൻഷൻ വന്നു. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതിന് മെച്ചപ്പെട്ട രീതിയിൽ അക്ഷയയുടെ പെൻഷൻ ഉത്തരവായി അത് ജീവനക്കാർക്ക് അനുകൂലമായിട്ട് നടപ്പാക്കിയെടുക്കണ്ടേ. അപ്പൊ ആ തരത്തില് ഉള്ളത് എന്നപോലെ കണ്ടുകൊണ്ട് നാളേക്കുള്ളത് ആരാണ് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് അനുകൂലമായിട്ട് എടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കമ്മ്യൂണിസ്റ്റാണ്, അവർ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുമെന്നല്ല. പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിച്ചതാരാണ്, പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം തന്നതാരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഈ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ച ഈ സർക്കാരിന് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി, വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.